ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്സാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്സാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു സ്നാക്സ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസുകളൊക്കെ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 5 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ 5 മുട്ട ഇവിടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇട്ടതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായി മെൽറ്റ് ആവണം. ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 10 ബ്രെഡാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ബ്രെഡും ബാറ്ററും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഓരോ ബ്രെഡും ബാറ്ററിയിൽ മുക്കി നമുക്ക് പാനിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ബാറ്ററിയിൽ മുക്കുമ്പോൾ ബ്രെഡ് പൊട്ടാതെ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ 2 ബ്രെഡും ബാറ്ററിയിൽ മുക്കി പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഭാഗം റെഡി വന്നിട്ടുണ്ട്. മറ്റേ ഭാഗം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ബ്രെഡ് ഇവിടെ റെഡി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള ബ്രെഡും ബാറ്ററിൽ മുക്കി പൊരിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു ഭാഗം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ട്രിപ്പിലത്തെ ബ്രെഡും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ബ്രെഡ് ടോസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. 4 മണിക്ക് ചായക്കൊപ്പം കുട്ടികൾക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. ഞാൻ വേറെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.